വിശുദ്ധ അൽഫോൺസാമയുടെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അൽഫോൺസാമയുടെ നോവിസ് മിസ്ട്രസ് ആയിരുന്ന ബഹുമാനപ്പെട്ട ഉർഷുലാമ ചങ്ങനാശ്ശേരി ക്ലാരമഠത്തിലെ മദറിനും സിസ്റ്റർ അനസ്ത്യാസ്യായ്ക്കും എഴുതിയ കത്ത്. എൻ്റെ പ്രിയ ബഹുമാനപ്പെട്ട മദറെ, സഹോദരി അനസ്ത്യാസ്യ, നമ്മുടെ സഹോദരി അൽഫോൺസ മരിച്ചുപോയി എന്നുള്ള വിവരം ഇതിനകം അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കട്ടെ. വിശദ വിവരങ്ങൾ അറിയുവാൻ ബഹുമാനപ്പെട്ട മദറിനും സഹോദരി അനസ്ത്യാസ്യായ്ക്കും ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ ഏകദേശമായ ഒരു നിവൃത്തിക്കായിട്ടാണ് ഈ കത്തെഴുതുന്നത്. ജൂലൈ 28 ഞായറാഴ്ച 12:30 മണിക്കാണ് മരിച്ചത്. സാധാരണ വരാറുള്ള പരവേശം വരികയും അത് വളരെ ശക്തിപ്പെടുകയും ചെയ്തു. അതാണ് മരണകാരണം. സാധാരണ പരവേശം വരുമ്പോൾ ദേഹം തളരുകയും ബോധം മറയുകയും പനി ഉണ്ടാവുകയുമായിരുന്നു. ഇപ്രാവശ്യം ഈ രണ്ടും ഉണ്ടായില്ല. 12:30 മരിച്ചുവെങ്കിലും മരിച്ചുവെന്ന് തീരുമാനിച്ചത് 3 മണിക്കാണ്. ഒപ്രൂഷ്മായും അടച്ചൊപ്രൂഷ്മായും ഒക്കെ കിട്ടി. അത് സ്വീകരിച്ചപ്പോൾ ഈ ലോകം മറഞ്ഞുവെങ്കിലും നാഡിയുണ്ടായിരുന്നു. എൻ്റെ മാതാവേ, എൻ്റെ അമ്മേ എന്നാണ് ഒടുക്കം പറഞ്ഞ വാക്ക്. ഞായറാഴ്ച രാത്രി 7 മണിക്കാണ് ഞാൻ അറിഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി ശവസംസ്കാരത്തിൽ സംബന്ധിച്ചു. പ്രസംഗം പറഞ്ഞത് ഭരണങ്ങാനത്തെ മാസധ്യാന ഗുരുവായ കർമ്മലീത്ത നിഷ്പാദിക 3-ാം സഭാംഗം ബഹുമാനപ്പെട്ട റോമളൂസ് അച്ഛനാണ്. ഒരു പുണ്യവതിയുടെ ശവസംസ്കാരമാണ് നടത്തുവാൻ പോകുന്നതെന്നും മരിച്ച ഈ കന്യകയുടെ ആത്മാനുകൂലാർത്ഥം പ്രാർത്ഥിക്കുവാൻ എന്നതിനേക്കാൾ ഈ കന്യകയോട് മാധ്യസ്ഥ്യം അപേക്ഷിക്കുവാൻ പറയുവാനാണ് എനിക്ക് തോന്നുന്നതെന്നും, എങ്കിലും തിരുസഭ തീരുമാനിക്കാത്തിടത്തോളം കാലം നാം ആത്മാനുകൂലാർത്ഥം പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണമെന്നും മറ്റും പറയുകയുണ്ടായി. കൂടാതെ ആ സഹോദരിയിൽ വിളങ്ങിയിരുന്നതും അദ്ദേഹത്തിന് തന്നെ അനുഭവപ്പെട്ടതുമായ ചില പുണ്യങ്ങളെപ്പറ്റിയും പ്രസ്താവിക്കുകയുണ്ടായി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മഠത്തിൽ വന്ന് അൽഫോൺസ പെരുമാറിയിരുന്ന എന്തെങ്കിലും സാധനം വേണമെന്ന് ആവശ്യപ്പെടുകയും ഉപയോഗിച്ചിരുന്ന ഒരു പുസ്തകം കൊണ്ടുപോവുകയും ചെയ്തു. കൊന്ത, കുരിശ്, കഴുത്തിൽ കിടന്ന കാശുരൂപം ഇവയെല്ലാം ഓരോ ബഹുമാനപ്പെട്ട അച്ഛന്മാർ വാങ്ങിച്ചു കൊണ്ടുപോയി. പെട്ടിയും പെട്ടിയിലുള്ള സാധനങ്ങളും പൂട്ടിച്ച് പെട്ടിയിലുള്ള സാധനങ്ങൾ ആരും തുടരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. അവസാന കാലത്ത് വളരെയധികം സഹിക്കാനുണ്ടായിരുന്നു. സഹിച്ച് രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. തമ്മിൽ കാണാൻ അവസരം കിട്ടിയെങ്കിൽ അതൊക്കെ പറയാം. 19-ാം തീയതി ശനിയാഴ്ച ഞാൻ കണ്ടതായിരുന്നു. അന്ന് മരണം വളരെ അടുത്തിരിക്കുന്നു, സഹിക്കുവാൻ ശരീരശക്തി പോരാതെ വരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പ്രാർത്ഥനയുടെ കാര്യം പറയണമെന്നില്ലല്ലോ. വേറെ വിശേഷമൊന്നുമില്ലാത്തതിനാൽ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ നിർത്തുന്നു എന്ന് തിരുഹൃദയത്തിൻ്റെ സഹോദരി മേരി ഊർഷല. ഒരു ഹോമബലിയായി സുരദീപശിഖയായി നീ സഹനത്തിൻ ശരശയ്യ തീർത്തു. ഒരു നാളിൽ അഖിലേശൻ നിറമോ